ഹലോ, ചെമ്പരത്തിയിൽ ഇതുപോലെ നിറയെ മുട്ടുകളും പൂക്കളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്സ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ചെമ്പരത്തി എപ്പോഴും നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കുക. ഒരു 7 to 8 മണിക്കൂർ നല്ല വെയിൽ കിട്ടണ ഒരു സ്ഥലം വേണം ചെമ്പരത്തി നടാനായിട്ട്. സൺലൈറ്റ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സൺലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ പൂക്കളും കുറയും, അതുപോലെ ചെടിക്ക് ഒട്ടും ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പോൾ ചെമ്പരത്തി നമ്മൾ നടുമ്പോൾ എന്തായാലും നല്ല വെയിലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് നടാൻ. ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്, അതുപോലെ ഉണക്ക ചാണകം പൊടിച്ചതും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് വെള്ളം, അത് ഡെയിലി നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം, എന്നാലും മാത്രമേ ഇതിൽ നിറച്ചും പൂക്കളായിട്ട് ചെടി നല്ല ഗ്രോത്തായിട്ട് വളരുള്ളൂ. അപ്പോൾ വെയിലാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവം. വെയിലും കറക്റ്റായിട്ട് വളവും കൊടുക്കുക. ചെമ്പരത്തിയിൽ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ചെമ്പരത്തിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂണിങ്. ഈ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഇവിടെ വെച്ചിട്ട് ആ പൂക്കളുണ്ടായി ഒരു 2-3 ഇലയുടെ താഴെയായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ടുള്ള ശാഖകൾ വന്ന് അതിൽ നിറച്ച് മുട്ടും പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെമ്പരത്തിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. സാധാരണ ചെമ്പരത്തിക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ നാടൻ ചെമ്പരത്തിയൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ചെമ്പരത്തി ആയിരിക്കും. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെമ്പരത്തികൾക്ക് എപ്പോഴും വാട്ടരോഗമൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന ചെമ്പരത്തികളുടെ കൊമ്പുകൾ ഉണങ്ങിപ്പോവുക, അതുപോലെ ഒരു വാട്ടരോഗമൊക്കെ ഈ ചെമ്പരത്തിക്ക് വരാറുണ്ട്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെമ്പരത്തികളുടെ ഇലയിലൊക്കെ ഇടയ്ക്ക് സാഫ് അടിച്ചു കൊടുക്കുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി നടുന്ന സമയത്ത്, ഹൈബ്രിഡ് ചെമ്പരത്തിയൊക്കെ നടുന്ന സമയത്ത് സൂഡോമോണസ് കലക്കിയിട്ട് ചെടിയുടെ ഇലകളിലും അതുപോലെ ആ ഒരു കടക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അത് ഇതിൻ്റെ വാട്ടരോഗത്തെ പ്രതിരോധിക്കുകയും നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. നാട്ടുമ്പുറങ്ങളിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ ചെമ്പരത്തി. എല്ലാ വേലിയുടെ സൈഡിലും ഇത് കാണാറുണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ വേലിക്ക് ഒരു അഴക് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിയുടെ കമ്പുകൾ കുത്തി കൊടുക്കാറുണ്ട്. പണ്ടെല്ലാം കോമൺ ആയിട്ട് കണ്ടിരുന്ന ഒരു റെഡ് കളർ ചെമ്പരത്തി ഉണ്ട്, നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ താളി ഉണ്ടാക്കി തലയിലൊക്കെ തേക്കാറുണ്ട്. ആ ഒരു റെഡ് കളർ ചെമ്പരത്തി ഇപ്പോൾ അധികമായിട്ട് കാണുന്നില്ല, പല സ്ഥലത്തും അത് ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട്. കയ്യിലുള്ള ഈ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ, ഈ റോസാപ്പൂ പോലെ ഇരിക്കുന്ന ഈ ഒരു ചെമ്പരത്തി, ഇതിന് ഒരുപാട് കെയറൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് ചോദിച്ച് അവരൊരു കമ്പ് തന്നതാണ്. നമ്മളിത് എന്നിട്ട് നിലത്താണ് കേട്ടോ നട്ടത്, ചട്ടിയിലൊന്നുമല്ല. പക്ഷേ ഇത് നിലത്ത് നട്ടെങ്കിലും നല്ലൊരു മഴയുള്ള സമയത്തായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് പിടിക്കുകയും അതുപോലെ പെട്ടെന്ന് തന്നെ ഇതിൽ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ ആവുകയും ചെയ്തു. ചെമ്പരത്തിയുടെ തൈ നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചെമ്പരത്തി തൈ വളർത്തിയെടുക്കാം.